ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ശ്രീസ് നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു. പല സ്ത്രീകളും അടുക്കളയുടെ 4 ചുവരിൽ ഒതുങ്ങിക്കൂടാനായിട്ട് വിധിക്കപ്പെട്ടവരാണ്. എല്ലാവർക്കും ജോലിക്ക് പോകാനൊന്നും അനുവാദം ഉണ്ടാവില്ല. അത് അവരുടെ മതപരമായോ സാമൂഹ്യമായോ കുടുംബപരമായോ ഉള്ള ചുറ്റുപാടുകളും ഉണ്ടാവാം. എന്തായാലും ഈ ജോലിക്ക് പോകാതിരിക്കുന്ന സ്ത്രീകൾ വളരെ ഹാപ്പിയാണെന്നൊന്നും ചിന്തിക്കേണ്ട. അവർക്ക് ഏറ്റവും അധികം അവർ മോഹത്തോടു കൂടി നോക്കിക്കാണുന്നത് ഈ സ്വന്തമായിട്ട് ജോലിക്ക് പോയി കാശൊക്കെ ഉണ്ടാക്കി സ്വന്തമായിട്ട് സ്വർണം വാങ്ങുന്നവരെ, ഡ്രസ്സ് വാങ്ങി അവരുടെ സ്വാതന്ത്ര്യത്തിന് ജീവിക്കുന്ന സ്ത്രീകളായിരിക്കും ഇവരുടെ ഏറ്റവും വലിയ ഹീറോസ് എന്ന് പറയുന്നത്. ഇവർ ചിന്തിക്കുക വീടിൻ്റെ ഉള്ളിൽ ഇരുന്ന് എങ്ങനെ 4 കാശുണ്ടാക്കാം എന്ന് തന്നെയാണ് എല്ലാ സ്ത്രീകളുടെയും ചിന്ത. അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ് നമ്മളുടെ ഇടയിൽ ഒരുപാട് യൂട്യൂബേഴ്സ് ആയിട്ടുള്ള കുടുംബിനികൾ കടന്നു വരുന്നത്. മലപ്പുറം താത്ത എന്നുള്ള ആ ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം അവരെ വളരെ യാഥാസ്ഥിതികമായിട്ട് 3 കുഞ്ഞുങ്ങളും ഭർത്താവും ഒക്കെയുള്ള കുടുംബത്തിൽ ജീവിക്കുകയും പർദ്ദയൊക്കെ ഇട്ട് യാത്ര ചെയ്യുകയും ഒക്കെ ഇരിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഈ ഭർത്താവ് ഒറ്റയ്ക്കാണ് ഈ കുടുംബത്തിൻ്റെയും ഈ കുട്ടികളുടെയൊക്കെ ഭാരം ചുമക്കുന്നത്. എന്നാൽ എനിക്കെന്താ ചെയ്യാൻ പറ്റുക എന്നുള്ള ചിന്തയിൽ നിന്നാണ് അവരൊരു യൂട്യൂബറായിട്ട് മാറുന്നത്. ആ യൂട്യൂബിനുള്ള ഗൈഡൻസ് ഒരു യൂട്യൂബറുടെ അഡ്വൈസ് പ്രകാരം അവർ വേണ്ട രീതിയിൽ ചെയ്യുന്നു. തുടക്കത്തിൽ അവർ കുക്കിംഗ് വ്ളോഗാണ്, അവരുടെ ഒരു ബക്കറ്റ് ചിക്കനാണ് കേട്ടോ ഏറ്റവും വൈറലായിട്ടുള്ള ഒരു വീഡിയോ. അതേ തുടർന്ന് അവരുടെ ഈ മുഖം കെട്ടിയിട്ടുള്ള അവതരണം, ആളെ കാണാതെ തന്നെ അവരുടെ ആ നാടൻ ഭാഷാ ശൈലിയിലും അവരുടെ ആ ഡെയിലി റുട്ടീനും വളരെ നാടൻ രീതിയിലുള്ള ഡെയിലി റുട്ടീൻ ഒക്കെ കണ്ട് അതിൽ ശരിക്കും വീണുപോയ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവർക്ക് അത് സാമ്പത്തികമായിട്ടുള്ള ഗുണമായിട്ട് ഭവിക്കുകയും അവരുടെ ഇൻകം കൂടുന്നതിനോടൊപ്പം അവരുടെ വീട്ടിൽ മെയിൻ്റനൻസ് നടത്തുന്നു, സ്വന്തം വീട്ടുകാരെ സഹായിക്കുന്നു. പിന്നെ ബാക്കിയൊക്കെ അവരുടെ മോഹം പോലെ തന്നെ അവരുടെ വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരുവിധമാവുമ്പോൾ അവർക്ക് പിന്നെ ഒരു കാറ് വാങ്ങണമെന്ന് തോന്നുകയാണ്. അവർ ഡ്രൈവിങ് പഠിക്കുന്നു. അപ്പോൾ ഒരു വണ്ടിയൊക്കെ കൊണ്ട് സ്വന്തമായിട്ട് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ സ്ത്രീക്ക് ഒരു മനോധൈര്യം, ഒരു ആത്മവിശ്വാസം, എന്തൊക്കെയോ നേടിയെന്നുള്ളൊരു തോന്നൽ, അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഒരു കാറ് വാങ്ങിയപ്പോൾ ഒരു 5-6 പ്രാവശ്യം ഇവർ മുളക് തീർന്ന കാറ് കൊണ്ട് പോവും, ഉപ്പ് തീർന്ന കാറ് കൊണ്ട് പോവും. എന്തായാലും കുറച്ച് പെട്രോളെല്ലാം അടിക്കണ്ട, അതിനെനിക്ക് വരുമാനം ഉണ്ടല്ലോ, അത് ഞാൻ ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അങ്ങനെയൊക്കെയുള്ള സ്വയം ന്യായീകരണങ്ങളുമായിട്ട് അവരവരുടെ സ്വാതന്ത്ര്യത്തിന് പറന്ന് നടക്കുന്നു. നമ്മളുടെ സമൂഹം എന്ന് പറയുന്ന ആ 3ാമത്തെ വിഭാഗം തീർച്ചയായിട്ടും അതിലൊരു 10% പേരെങ്കിലും ഇതെങ്ങനെയാണ് ഈ പെണ്ണ് കാറെടുത്ത് അങ്ങോട്ട് ഓടണത്, ഇവളങ്ങ് മര്യാദയ്ക്ക് അടുക്കളയിൽ ഒതുങ്ങി ജീവിച്ചേർന്നതല്ലേ, ഇവൾക്ക് എന്താണ് എന്നുള്ള രീതിയിൽ ഇതിൻ്റെയൊക്കെ റിയാക്ഷൻ കൊടുക്കുന്നത് ഹസ്ബൻഡിനോടായിരിക്കും. നിൻ്റെ ഭാര്യേനെ അവിടെ കണ്ടു, നിൻ്റെ ഭാര്യ ഇവിടെ കണ്ടു. അപ്പോൾ അയാളൊരു ബിസിനസ് നടത്തുന്ന ഒരാളായതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിൽ ആരെങ്കിലും ഒക്കെ ഒരു 10 പേര് വരുമ്പോൾ 4 പേര് പറയാണ്, നിൻ്റെ ഭാര്യ ഇന്ന് അതിനെ പോകുമ്പോൾ ഒരു വണ്ടിയും മേടിക്കേണ്ടതായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് അവരുടെ കുടുംബജീവിതത്തിൽ ചെറുതായിട്ട് വിള്ളലുകൾ വീഴ്ത്താൻ തുടങ്ങി. തുടക്കത്തിൽ അവർ പറയും, ഇത് എൻ്റെ പൈസ കൊണ്ടല്ലേ ഞാൻ പെട്രോൾ അടിക്കണേ, ഞാൻ കാറ് കൊണ്ടുപോകണേനെ അവർക്കൊക്കെ എന്താ എന്നൊക്കെ ചോദിച്ചാലും ഭർത്താവുമായിട്ടുള്ള ഒരു പിണക്കം ആദ്യം ഉണ്ടാവുന്നു. അവർ വീട്ടിൽ വന്ന് കുറച്ച് നാൾ നിൽക്കുന്നു, പിന്നെ അത് സോൾവ് ആവുന്നു, അവർ തിരിച്ചു പോകുന്നു. വീണ്ടും അത് ഒരു 4-5 മാസം അവർ വീണ്ടും പിണങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് ആ ഒരു 4-5 മാസത്തെ ദീർഘമായിട്ടുള്ള പിണക്കത്തിൽ അവരുടെ ജീവിതത്തിൽ വല്ലാത്ത മാനസിക പ്രയാസം അവരെ വേട്ടയാടാൻ തുടങ്ങി. എന്നാലും യൂട്യൂബ് എന്നുള്ള അവരുടെ വരുമാനത്തിനെ അവർ മുറുകെ പിടിച്ചിട്ട് തന്നെയാണ് അവർ ഒരുപാട് മാനസിക പ്രയാസങ്ങൾ, ഒരുപാട് ഡിപ്രഷൻ, അങ്ങനെയൊക്കെ ആ ഒരു അവസ്ഥയിലൂടെയൊക്കെ പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. അതിൽ വലിയ അത്ഭുതങ്ങളില്ല. കാരണം ഒരു കൂടുമ്പോൾ ഇമ്പുണ്ടാവണ ആ കുടുംബത്തിനെ സംബന്ധിച്ച് ഭർത്താവും മക്കളും ഒരു ഭാഗത്ത്, ഇവർ തന്നെ ഒരു ഭാഗത്ത്. അപ്പോൾ അമ്മയില്ലാത്ത ഒരു കുടുംബം അവരും സന്തോഷിക്കുന്നുണ്ടാവില്ല, ഭർത്താവും മക്കളും ഇല്ലാതെ ഇവർക്കും സന്തോഷിക്കാൻ പറ്റില്ല. നമ്മൾ എല്ലാവരും വ്യക്തിപരമായിട്ട് സ്വാതന്ത്ര്യമുള്ള വ്യക്തികളാണെങ്കിൽ പോലും ഈ വ്യക്തികളൊക്കെ കൂടുമ്പോൾ ഉണ്ടാവുന്ന ആ കുടുംബമാണ് സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 2 പെൺകുട്ടികൾ, ഏകദേശം മുതിർന്ന പെൺകുട്ടികൾ ഉൾപ്പെടുന്ന ആ കുടുംബത്തെ ഉപേക്ഷിച്ച് വരികയല്ല ചെയ്തത്. അവർ അതിൽ നിന്ന് വീട്ടിൽ നിന്ന് പുറത്തു പോകണമെന്ന് ആവശ്യപ്പെടുന്നതിൻ്റെ പ്രകാരമാണ് അവരവരുടെ അമ്മയെ വിളിപ്പിച്ച് തിരിച്ചു വരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്ത തെറ്റുകളൊന്നും അവർക്ക് റിവൈൻഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഞാൻ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ വരുമാനം ഉണ്ടാക്കി കുറേ കുടുംബത്തിനെ സഹായിച്ചു, ഒരു കാറ് വാങ്ങി, അതും ഭർത്താവിൻ്റെ പേരിൽ, വീട് മെയിൻ്റനൻസ് ചെയ്തു, ആ വീടും ഭർത്താവിൻ്റെ പേരിൽ. അപ്പോൾ ഒന്നും അവരെന്താ വിചാരിക്കുക, അത് നമ്മുടെ കുടുംബമാണല്ലോ എന്നുള്ള രീതിക്കാണ്. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ചില വിള്ളലുകൾ ഇവരെ കുറച്ച് ഉയർന്ന് പറക്കുന്നതിലൂടെ ആ ചിറക് വെട്ടാനായിട്ടുള്ള സമൂഹത്തിൽ കാത്തിരിക്കുന്ന കുറച്ച് പേര് ഭർത്താവിനോട് ഇവരെ പറ്റി പറഞ്ഞ് അവർ തമ്മിലുള്ള ആ ഒരു പിണക്കം. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ആ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഇവരുടെ കയ്യിൽ ഒന്നുമില്ലാതെയായി. ഇവരുടെ സമ്പാദ്യം മുഴുവൻ അവർ കുടുംബത്തിന് വേണ്ടി ചിലവഴിച്ചു. അപ്പോൾ ഇവരുടെ കയ്യിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ളൊരു
ഇൻകം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവർ ഒരു പ്രതിജ്ഞ എടുത്തു. ആദ്യം തന്നെ ഇവർ വീഡിയോ ഒന്നും കൂടിയും സ്ട്രോങ് ആക്കാൻ തുടങ്ങി. ഇവരുടെ തന്നെ കുടുംബ വിഷയങ്ങൾ പ്രധാനമായിട്ടുള്ള തമ്പനയിലാക്കിയിട്ട് അവരുടെ വീഡിയോ അവർ പ്രസൻറ്റ് ചെയ്യണു. അത് കൂടുതൽ കൂടുതൽ വ്യൂ. ഇപ്പം നമ്മളുടെ ഒരു സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണല്ലോ. കുടുംബ വിഷയങ്ങളാവുമ്പോൾ അവളുടെ വീട്ടിൽ അവളും ഭർത്താവും ഇന്ന് തല്ലുകൂടി കഴിഞ്ഞാൽ ഓക്കെ, ഇന്നത്തെ എനിക്ക് സമാധാനം, എനിക്കിനി ചോറ് പോലും വേണ്ട എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ ഇടയിൽ ഇവരുടെ ഈ കുടുംബ ബന്ധത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് ഇവർ തന്നെ യൂട്യൂബിലൂടെ തമ്പനയിലായിട്ടും പറഞ്ഞിട്ടും ഒക്കെ കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖം. അപ്പോൾ ആ ചാനലിന് കൂടുതൽ കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടായി. ഇനിയിപ്പോൾ എന്തായിരിക്കും അവർ ഇപ്പോൾ അവർ ഉംറ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്ന് അവർ ഇട്ടിട്ടുള്ള ക്യാപ്ഷൻ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഉംറ ചെയ്യാൻ പോകണു എന്നുള്ളതാണ്. അത് അവരുടെ ഒരു പ്രതീക്ഷയാണ്. നാളെ ഹസ്ബൻഡ് ഓക്കെ നമുക്ക് രണ്ടുപേർക്ക് ഉംറ ചെയ്ത് വന്നൊരു റിഫ്രഷ്മെൻ്റ് ആയിട്ട് നമ്മൾക്ക് പുതിയ കുടുംബജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാം എന്നൊക്കെ പറയണമെന്ന് അവർ ആഗ്രഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ആ തമ്പനയിലിടുന്നത്. പക്ഷെ അപ്പുറത്തെ ഭാഗത്തു നിന്നുണ്ടാവുന്ന റിയാക്ഷൻ എന്താണെന്ന് അറിയില്ല. എങ്കിലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഈ ഇൻകം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ യൂട്യൂബ് വളരെ സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകുന്നത് ഇവരുടെ ഉള്ളിൽ ചില വ്യക്തിപരമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. സ്വന്തമായിട്ട് 4 കാശ് കയ്യിൽ വേണം. അതിനി വീടായാലും പറമ്പായാലും എന്തെങ്കിലും ഒരു രീതിയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയി എനിക്ക് ഇത് ഇന്നതുണ്ട് എന്നുള്ള ആ ഒരു പവർ അത് വേണം എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായിട്ട് തോന്നി. ഇത്ര നാൾ അവർ ഒരുപാട് പൈസ ഉണ്ടാക്കിയാലും ആ പൈസയൊക്കെ അല്ലെങ്കിൽ ആഭരണങ്ങളായിട്ടും എല്ലാ കാര്യവും ഭർത്താവിൻ്റെ വീട്ടിൽ പെട്ടുപോയി. ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണത് 1 രൂപ പോലും ഇല്ലാതെയാണ്. അപ്പോൾ പല സ്ത്രീകൾക്കും പറ്റുന്ന അബദ്ധമാണ് തൻ്റെ പേരിൽ ഒന്നും ഉണ്ടാവാതിരിക്കുക. എല്ലാം തൻ്റെ മക്കൾക്ക് ഭർത്താവിനെ എന്നുള്ള രീതിയിൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഇറങ്ങി വരേണ്ടി വരുന്നോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നോ സ്വപ്നത്തിൽ പോലും അവർ ചിന്തിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഭർത്താവ് ഒരു പരിധി വരെ 90% ഇവർക്ക് യൂട്യൂബിനും എല്ലാത്തിനും ഭയങ്കരമായിട്ട് പിന്തുണ നൽകിക്കൊണ്ടിരുന്ന ആളാണ്. പക്ഷേ അയാൾക്ക് ഇവരോട് ഇത്രമാത്രം അകൽച്ച തോന്നാൻ എന്തെങ്കിലും ഒരു ദാമ്പത്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് ആ സമുദായത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായോ എന്നറിയില്ല. എന്തൊക്കെയായാലും ഒരു 5-6 മാസത്തെ പിണക്കം എന്ന് പറയുന്നത് തന്നെ ധാരാളമാണ് അല്ലേ. നമ്മളെപ്പോഴും യോജിച്ചിരിക്കുമ്പോൾ ബന്ധങ്ങളൊക്കെ നന്നായി തിളങ്ങും. ഒരു അമ്മയുടെ സാന്നിധ്യം ഇല്ലാത്ത കുടുംബമായിട്ട് ആ ഭാഗവും നല്ല രീതിയിൽ ജീവിക്കുന്നു. ഭർത്താവും മക്കളും ഇല്ലാതെ ഇവരും ഇവരുടെ സന്തോഷങ്ങൾ കണ്ടെത്തി ജീവിക്കുന്നു എന്നുള്ളതാണ്. ഒന്നും ഒന്നിനും ഒരു ഇതല്ല. ഇന്നത്തെ കാലത്ത് വളരെ മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു സമൂഹത്തിൽ ഇപ്പം അവരില്ലെങ്കിൽ ഞാനും ജീവിക്കും, ഇവരില്ലെങ്കിൽ അവരും ജീവിക്കും. എങ്കിലും ആ അമ്മയുടെ പ്രസൻസ് ഇല്ലാത്ത 3 മക്കളുടെ മനസ്സെന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിരിക്കും. ആ മൂത്ത പെൺകുട്ടി പ്രത്യേകിച്ചും അവളുടെ ജീവിതത്തിൽ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കിടക്കുന്നു. എന്തൊക്കെ പഠിക്കണം, എന്തായിരിക്കും ഇനി അടുത്തത് എടുക്കേണ്ട സബ്ജക്റ്റ് എന്നൊക്കെ, ഉപരിപഠനത്തിന് എന്തിന് പോകണം എന്നുള്ള ചിന്തകളും കുറേ കാൽക്കുലേഷനൊക്കെ ആയിട്ട് ആ കുട്ടിക്ക് അമ്മയുടെ ഒരു സഹായം വേണ്ട സമയം. ഇപ്പുറത്താണെങ്കിൽ മകള് ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെ പോകുന്നു. ആ കുട്ടിക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കേണ്ട അമ്മ പിണങ്ങി ഇപ്പുറത്ത് നിൽക്കുന്നു. എങ്കിലും ഇവരുടെ ഉള്ളിലെ പ്രതീക്ഷ തീർച്ചയായിട്ടും ഭർത്താവ് വന്ന് തന്നെ കൊണ്ടുപോകും. ഭർത്താവും അവരുമായിട്ട് ഒരു ഉംറ ചെയ്യും. അങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കലങ്ങിത്തെളിയും. അതിനോടൊപ്പം തന്നെ യൂട്യൂബ് എന്നുള്ള മീഡിയ അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അവരുടെ വരുമാനമാണ്. അത് വിട്ടിട്ട് അവർക്കൊരു കളിയില്ല. അത് ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ആരൊക്കെ എതിർപ്പുന്നയിച്ചാലും അവർ ഈ യൂട്യൂബ് വിട്ടുപോകുമെന്ന് തോന്നുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ധൈര്യവതിയാണ്. നമ്മളൊക്കെ വീട്ടിൽ നിന്ന് ഒരു നേരം മാറി നിന്നാൽ പോലും പെടയുന്ന ഹൃദയത്തോടു കൂടി എന്തൊക്കെ കാല് പിടിച്ചിട്ടായാലും അങ്ങോട്ട് കയറാനാണ് ശ്രമിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ നല്ല മനസ്സുറപ്പുള്ള സ്ത്രീയാണ്. ഇവർക്ക് ഇവരുടെ അമ്മയുടെ ആ ഒരു ആശ്രയം ഉള്ളത് കൊണ്ടായിരിക്കണം ഇവരും അമ്മയും കൂടിയിട്ടുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങൾ, ഷോപ്പിംഗ്, അതിലൊക്കെ ഇവരും അങ്ങനെ മുഴുകാൻ ശ്രമിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അമ്മയില്ലാത്ത അച്ഛൻ്റെ പ്രസൻസിൽ ജീവിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ കുറച്ചും കൂടി അവരെ ചേർത്ത് പിടിക്കുന്നുണ്ടാവും, സ്നേഹിക്കുന്നുണ്ടാവും, അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മേടിച്ചു കൊടുക്കുന്നു. അപ്പോൾ ആ നിലയ്ക്ക് ആ കുട്ടികളും ഹാപ്പിയാണ്. ഈ ഷോ മസ്റ്റ് ബി ഗോ ഓൺ എന്നുള്ള ദിലീപിൻ്റെ സിനിമയിലെ ഡയലോഗാണ്. നമ്മൾ ആരും ഇല്ലെങ്കിലും നമ്മളുടെ വീട്ടിലെ കാര്യങ്ങളായാലും ജോലി സ്ഥലത്തെ കാര്യങ്ങളൊക്കെ ആയാലും അതങ്ങനെ തുടർന്ന് നടക്കും. പിന്നെ നമ്മളെ കുട്ടികൾ, കുടുംബം, ഭർത്താവ് എന്നുള്ള ആ സെൻറ്റിമെൻ്റൽ ചരടുകൾക്കുള്ളിൽ കുടുങ്ങിക്കിടന്ന് അതൊരു കുടുംബമായിട്ട് രൂപാന്തരപ്പെടുന്നു. ആ കുടുംബത്തിൽ നമ്മൾ മരിക്കണവർ ജീവിക്കുന്നു. അങ്ങനെ കൃത്യമായിട്ട് അതിൽ തന്നെ ജീവിച്ച് പോയാലേ ഒരു സ്ത്രീ സമൂഹത്തിൻ്റെ ഭാഗമാവുന്നൊന്നുമില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള തീരുമാനം എടുക്കാം. എന്നാലും ഇത്രയും 3 കുഞ്ഞുങ്ങൾ
ആയ സ്ഥിതിക്ക്, അവരുടെ അമ്മയായ സ്ഥിതിക്ക് ഇവരുടെ മനസ്സെപ്പോഴും തീർച്ചയായിട്ടും മക്കളോടും ഭർത്താവിനോടൊപ്പം ചേരണമെന്ന് തന്നെയായിരിക്കും. അതിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.